നമ്മുടെ വെഡിങ് ആനിവേഴ്സറി സ്റ്റാർട്ട് ചെയ്യുന്നത് തലേന്നാണ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ചിക്കുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെയും ആ വീഡിയോ കണ്ടുകൊണ്ടേ ഇരിക്കുമായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ രാവിലെ ഞങ്ങളൊന്നിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ചർച്ചിലന്ന് സ്വാതന്ത്ര്യദിന സുവിശേഷ റാലി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിരുന്ന പോലെ ആ റാലിയുടെ കൂടെ കുറച്ച് ദൂരം നമ്മളും പോയിട്ടുണ്ടായിരുന്നു. ഫുള്ളൊന്നും അല്ല, കുറച്ച് ദൂരേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലെത്തിയപ്പോഴത്തേനും ദേവ് നമുക്കൊരു സർപ്രൈസൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു ഈ ഒരു ഗിഫ്റ്റ്. അതല്ലാതെ ചിക്കുവിന് വേണ്ടിയിട്ട് ഞാനൊരു ഗിഫ്റ്റ് ഹാമ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ദേവ് കൊടുക്കുമ്പോഴും അത് ദേവ് കൊടുത്തതായിട്ടാണ് ചിക്കു വിചാരിച്ചിരുന്നത്. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് അവന് മനസ്സിലായത്. ഇതിലെ ഗിഫ്റ്റൊക്കെ പലപ്പോഴായിട്ട് ഞാൻ ചിക്കുവിന് കാണിച്ചു കൊടുത്തിട്ട് അവന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതാണ്. പക്ഷെ അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനത്തെ സാധനങ്ങൾ ഞാൻ ഓർത്ത് വെച്ച് വാങ്ങിച്ചു കൊടുത്തതാണ്. വാച്ചൊന്നും അവൻ കെട്ടാറ് പോലുമില്ല. വല്ലപ്പോഴുമൊക്കെ നമ്മൾ നിർബന്ധിച്ചാലാണ് വാച്ചൊക്കെ കെട്ടാറുള്ളത്. എന്നാലും ഒരു സിൽവർ വാച്ച് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ജസ്റ്റ് വാങ്ങിച്ചു എന്നേ ഉള്ളൂ. ഈ ഹാമ്പർ അവനൊരു സർപ്രൈസായിരുന്നു. അവന് ഫേസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചർച്ചിലോട്ട് വന്നു. അവിടെ നിന്നായിരുന്നു നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചത്. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ ഒരുപാട് നേരം ഒന്നിച്ച് സ്പെൻഡ് ചെയ്തു. ഇന്നത്തെ ദിവസം നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. ഓൾറെഡി ഒരാഴ്ച മുന്നേ നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് വീട്ടിൽ വെച്ച് പ്രയറൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം പാസ്റ്റർ എന്തായിരുന്നാലും ബിസി ആയിരിക്കുമല്ലോ. അതുകൊണ്ട് നമ്മളതും നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നൈറ്റ് ഒന്നിച്ച് ഡിന്നർ കഴിക്കാമെന്നുള്ളതും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എവിടെ പോകണമെന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വെറുതെ ലുലുവിലോട്ടാണ് വന്നത്. ഈ ലഞ്ചിൻ്റെയും ഡിന്നറിൻ്റെ ഇടയിലുള്ള സമയത്ത് എന്നെ കാണാത്തത് നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ നേരത്തെ നടന്നതുകൊണ്ട് ഞാൻ ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ടായിരുന്നു. വെറുതെ ഒരു ലീവ് കളയണ്ടല്ലോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ചിക്കുവിന് ഏറ്റവും കൂടുതൽ സന്തോഷം കൊടുക്കുന്ന വേറൊരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. ലുലു ഓണം ഓട്ടോ ഫെസ്റ്റ്. അപ്പോൾ അവിടെ പോയി അവൻ്റെ ഫേസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ കുഞ്ഞു പിള്ളേർ ഈ കളിപ്പാട്ടക്കടയിൽ കയറിയ ഒരു അവസ്ഥയായിരുന്നു. കുറച്ച് സമയത്തേക്ക് ഭാര്യയുടെ കൂടെ ഡിന്നറിന് വന്നതാണെന്ന് വരെ പുള്ളി മറന്നുപോയി. പിന്നെ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഒരു നോർമലിലോട്ട് തിരിച്ചു വന്നത്. എന്തായിരുന്നാലും ഈ കഴിഞ്ഞ 3 വർഷം ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള 3 വർഷങ്ങളായിരുന്നു. ദൈവം സഹായിച്ച്. സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് എൻ്റെ സ്വാതന്ത്ര്യം നഷ്ടമായോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്, തമാശയായിട്ടാണെങ്കിൽ പോലും. ചിലർക്ക് കല്യാണത്തോടെ സ്വാതന്ത്ര്യം നഷ്ടമാകുമ്പോൾ എനിക്ക് കല്യാണ ശേഷമാണ് സ്വാതന്ത്ര്യം കൂടിപ്പോയത്. ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാനും ഇഷ്ടമുള്ള പോലെ ഒരുങ്ങാനും പിന്നെ ഇപ്പോൾ ചെയ്യുന്ന പോലെ വീഡിയോസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഒക്കെ എനിക്ക് കിട്ടിയത് കല്യാണ ശേഷമാണ്. വീഡിയോസിൽ മാത്രം എന്നെ കണ്ട് പരിചയമുള്ളവർക്ക് ഇത് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള എന്നെ അറിയാവുന്നവർക്ക് ഇത് മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ അവൻ ഇട്ടേക്കുന്ന ആ സ്ലിംഗ് ബാഗ് ഞാൻ ഇന്ന് ഗിഫ്റ്റ് ചെയ്തതാണ്. ഹാമ്പറിൽ വെക്കാനായിട്ട് അത് എത്തിയിട്ടുണ്ടായിരുന്നില്ല, പിന്നെയാണ് കൊടുത്തത്. അവന് കൊടുത്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റും ഇത് തന്നെയായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ 3rd ആനിവേഴ്സറി വിശേഷങ്ങൾ. അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു